പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കുബി. ഞാൻ ആഷിഖ് ജോയ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അങ്ങനെ ക്രിസ്മസിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരുടെ ലൈഫിൽ തന്നെ പ്രശ്നങ്ങളാണ്, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്തൊരു പ്രശ്നം വരും. അപ്പം ഇവിടെയാണ് നമുക്ക് സാക്ഷാൽ യേശുക്രിസ്തുവിനെ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ സാക്ഷാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാ അർത്ഥത്തിലും ഈ ഈശോയെ അറിഞ്ഞാൽ എത്ര പേര് ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ എത്ര യുവജനങ്ങളാണ് ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴും എത്ര പേര് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഒന്ന് ഈ യേശുവിനെ, ഈ നസ്രായനായ യേശുക്രിസ്തുവിനെ ഒരിക്കലെങ്കിലും അറിയേണ്ട രീതിയിൽ അറിഞ്ഞിരുന്നെങ്കിൽ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കത്തോലിക്കരായ നമ്മൾ എത്ര ഭാഗ്യവാന്മാർ. സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ, യേശുക്രിസ്തു സ്ഥാപിച്ച സ്വന്തം സഭയിൽ അംഗമാകാൻ ഭാഗ്യം ലഭിച്ചവർ. എന്നിട്ട് നമ്മൾ ഈ ഈശോയെ നമ്മൾ കാണുന്നത് മാർജിൻ ഫ്രീ മാർക്കറ്റായിട്ടും ഫയർ ഫൈറ്റേഴ്സായിട്ടാണ്. അതായത് മാർജിൻ ഫ്രീ മാർക്കറ്റ് എങ്ങനെയാണ്? ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഫയർഫോഴ്സിനെ അല്ലെങ്കിൽ ഫയർ ഫൈറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്തിനാണ്? തീ വരുമ്പോൾ മാത്രം. അല്ലാതെ എല്ലാ ദിവസവും നമ്മൾ ഫയർഫോഴ്സ് ഓഫീസിലോട്ട് വിളിക്കുന്നുണ്ടോ? ആ ചേട്ടാ സുഖമാണോ? ഇല്ല, ആവശ്യത്തിന് മാത്രം. തീ വരുമ്പോൾ വിളിക്കും. അപ്പം നമ്മൾ സത്യത്തിൽ ഈശോ ഇങ്ങനെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്? ആവശ്യത്തിന് മാത്രം, കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം. ഏറ്റവും അതിനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാലും ഈശോ നമ്മുടെ പ്രാർത്ഥന കേട്ട് കാര്യം സാധിച്ച് തരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം. അപ്പം ധ്യാനലച്ച പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം സാധിക്കണോ, ഒരു 2 നൊവേന ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഉപവസിച്ചാൽ ആ കാര്യം നടന്നിരിക്കും. പക്ഷെ അത് ദൈവഹിതമാകണമെന്ന് ഒരു ഉറപ്പുമില്ല. നമ്മൾ വാശി പിടിച്ചതുകൊണ്ട് ഈശോ തരുന്നു. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റണമെന്നും ഉറപ്പില്ല. ഇതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ദൈവഹിതം നിറവേറ്റുന്നവൻ എന്നും നിലനിൽക്കുന്നു. നമ്മൾ ദൈവഹിതം നിറവേറ്റാനാണ് നാം വിളിക്കപ്പെട്ടത്. അപ്പം നമ്മുടെ ടെൻഷൻ എന്തെന്ന് വെച്ചാൽ, ദൈവഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കുള്ളതൊക്കെ പോകുമോ എന്നാണ് നമ്മുടെ ടെൻഷൻ. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. അപ്പം ഈശോ ഇത്രയും നമ്മളിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, ഞാൻ ഒരൊറ്റൊരു ഡയലോഗേ പറയാറുള്ളൂ. അത് നമ്മൾ ചങ്കത്തട്ടിയിട്ട് പറയണം, ഹൃദയത്തിൽ നിന്ന് പറയണം. അതായത് ഒരാൾ സഹായിക്കാനില്ല, ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ സഹായിക്കാനില്ല, എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണം വെക്കുന്നു. ഐ ട്രസ്റ്റ് ഇൻ, അതൊരു ഭയങ്കര ഡീപ്പായിട്ടുള്ള അർത്ഥമാണ് അതിലുള്ളത്. ഐ ട്രസ്റ്റ് ഇൻ യു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. അതായത് നിന്നെ കൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേണം നമ്മളിത് പറയാൻ. ഇത് പറയുമ്പം ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം അങ്ങ് പഴയ നിയമം മുതലുള്ള കാര്യങ്ങളാണ്. ചെങ്കടലിന് മുൻപിൽ വന്ന് നിന്ന് ഇന്നേ വരെ ആ കടൽ പകക്കപ്പെടുന്നത് ഇസ്രായേൽക്കാർ കണ്ടിട്ടില്ല. എന്നിട്ടും വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചപ്പോൾ കടൽ 2 പകക്കപ്പെട്ടു. അതുപോലെ മരുഭൂമിയിൽ അവർ നടന്നു പോകുമ്പോൾ തണലായിട്ട് മേഘവും, രാത്രിയിൽ ലൈറ്റിന് വേണ്ടിയിട്ട് അഗ്നിസ്തംഭവും, ഭക്ഷണം കഴിക്കാൻ കാടപ്പക്ഷിയും, അതുപോലെ മന്നായും. അപ്പം ഇങ്ങനെയൊക്കെ പോറ്റാൻ പറ്റുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം കുറച്ച് വർഷം മുൻപ് ഞാനൊരു ഫിലിം ഉണ്ടായിരുന്നു, എക്സോഡസ് ആൻഡ് ദ കിങ്സ് ആണെന്ന് തോന്നുന്നു. അപ്പം അത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ടൊരു സിനിമയാണ്. നമ്മളത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു മഹത്വം നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നില്ല. കർത്താവ് എന്ന് സിമ്പിളായിട്ട് പറയുമ്പോൾ, അദോനായി എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം മഹത്വം ഉണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ ഈ സിനിമയൊക്കെ കാണുമ്പോഴാണ് സത്യത്തിൽ. ആക്ച്വലി ഇതാണ് മെഡിറ്റേഷൻ. നമ്മൾ ബൈബിളിൽ
തിരുവചനങ്ങൾ വായിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ സിനിമയിലുള്ള കാര്യങ്ങൾ പോലെ തന്നെയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ദൈവം എന്തു വലിയൊരു സർവ്വശക്തനാണ്, എന്നിട്ട് നമ്മളിവിടെ കിടന്ന് ചുമ്മാ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളത്. സോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് ഈ നസ്രായനായ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന് ചിന്തിച്ചിട്ടാണ്. ഞാൻ റാൻഡമായിട്ടൊരു സബ്ജക്റ്റാണ് പറയണത്, ചിലപ്പോൾ അവിടെ ഇവിടെയും ചിലപ്പം കാട് കയറി പോയെന്നിരിക്കും. ഇതെനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നിയ ഒരു കാര്യമാണ്. അതുപോലെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈശോയെ അറിയാത്ത ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കിന്നൊരു കാര്യം സാധിച്ചു കിട്ടണം, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദ ഹോൾ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന്, അത് നടന്നിരിക്കും. മറ്റൊരു വാക്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. അതായത് നമ്മളൊരു സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഈ കാര്യം നടക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, അത് നടക്കും. ചിലപ്പോൾ നടക്കാതെയും ഇരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്ലസ് പോയിൻ്റ് എന്താണ്? ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ ഒരു പ്ലസ് പോയിൻ്റ് എന്താണ്? നമുക്ക് ഈശോയുണ്ട്. മറ്റുള്ളവർ അവരൊരു ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഒരു ശക്തി ഉണ്ട് എന്നൊക്കെ വിശ്വസിച്ചിട്ട് ആ തിയറിയുടെ ഭാഗമായിട്ടാണ് അവരിത് പറയുന്നത്. എന്നാൽ സാക്ഷാൽ യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുള്ള ഒരു 100 കാര്യങ്ങളുണ്ടെങ്കിൽ, എത്ര കാര്യം ചോദിച്ചെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, 100 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ 100 കാര്യവും ഈശോ സാധിച്ച് തന്നിട്ടുണ്ട്. അതൊരു ഒരു മൊബൈൽ ഫോണ് മുതൽ ഈ ക്യാമറ പോലും, ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഈ ക്യാമറ പോലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന DSLR ക്യാമറ, ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈശോയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയോട് കൂടെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ക്യാമറ വാങ്ങിക്കാനും നിവൃത്തിയില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു 5 തവണ പോലും ഞാനത് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ആരെങ്കിലും ഒരു ക്യാമറ തന്നിരുന്നെങ്കിൽ. അവർ കുറഞ്ഞതൊരു 10-60,000 രൂപ വേണം ഒരു ക്യാമറ വാങ്ങിക്കാൻ, നല്ലൊരു ക്യാമറ. ഞാൻ 5 തവണ പോലും അത് പ്രാർത്ഥിച്ചിട്ടില്ല, മറന്നുപോയി. ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് മറന്നുപോയി. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് ആദ്യമായിട്ടാണ് അദ്ദേഹം എന്നെ അന്ന് വിളിച്ചത്. അമേരിക്കയിൽ നിന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വിളിച്ചത്. അദ്ദേഹം ഡയറക്റ്റ് എന്നോട് ചോദിക്കുകയാണ്, എന്താണ് ആഷിഖ് ബ്രോ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഒരു ക്യാമറ വാങ്ങിച്ച് തരട്ടെ എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, ഈശോയുടെ നാമത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും ഈശോ നമുക്ക് ചെയ്തു തരും. ദൈവഹിതത്തോട് ചേർന്നിട്ടുള്ളതാണെങ്കിൽ എല്ലാം ചെയ്തു തരും. അപ്പം നമ്മൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ നടക്കുന്നുണ്ടോ ഒന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒറ്റൊരു കാര്യം ചിന്തിക്കേണ്ടുള്ളൂ, എന്ത് കാര്യവും ഈശോയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം, ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഓട്ടോ ആയിരുന്നുണ്ടായിരുന്നു. ഓട്ടോയിലാണ് പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചു, ഒരു കാറ് ഈശോ തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു എന്ന്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നു, പക്ഷെ പ്രാർത്ഥിക്കണില്ല. ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ആഗ്രഹമുണ്ട് വീട്ടിൽ, പക്ഷെ ആരും പ്രാർത്ഥിക്കണില്ല. കാരണം അത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നിയില്ല. കാരണം ആഗ്രഹമാണല്ലോ. കാരണം എന്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട വിഷയമായി തോന്നിയില്ലെന്ന് പറഞ്ഞാൽ, ആ കാറിപ്പം വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് സംശയമുള്ളത് കൊണ്ട് നമ്മളാരും എന്ത് ചെയ്തില്ല, പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഞാൻ ഒരു ധ്യാനത്തിന് പോയപ്പോഴും കൗൺസിലിങ്ങിന് ഒരു ബ്രദർ പറഞ്ഞു, സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിൽ മാതാവിനെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സ്റ്റിയറിംഗ് വീലില്ല, ഇതേ ഉള്ളൂ. അപ്പോൾ ഇല്ല, മാതാവ് ഒരു കാറ് തരുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയും ഒരു ധ്യാനത്തിന് പോയി, അമ്മയോട് ഇത് തന്നെ പറഞ്ഞു. അപ്പം ഇതെങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെയാണ് യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്നൊരു പുസ്തകമുണ്ട്, ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ജൂൺ മാസം 26-ാം തീയതി 1996 വിഷനറി അലന് ഈശോ കാണിച്ചു കൊടുത്തൊരു വിഷൻ. ഈശോ ജെറുസലേമിലോട്ട് പോവുകയാണ്. ഇത് ഈശോ തന്നെയാണ് ഇത് പറയണത്, ഈ പുസ്തകത്തിൽ ഈശോ തന്നെയാണ് പറയണത്. അപ്പോൾ ഈശോ ജെറുസലേമിലോട്ട് പോകാൻ രാത്രിയാണ് പോണത്. അപ്പോൾ പത്രോസ് പറയാണ്, ഈശോയെ രാത്രി പോകണ്ട, രാവിലെ പോകാം, രാത്രി പോകണത് ഡേഞ്ചറാണ് എന്ന്. അപ്പോൾ ഈശോ പത്രോസിനോട് ചോദിക്കുന്ന ഒറ്റൊരു കാര്യം, പത്രോസേ നിനക്ക് എന്നിൽ വിശ്വാസമില്ലേ? ഇപ്പോൾ പത്രോസ് പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ അല്പം വിവേകത്തോടു കൂടി വേണം പ്രവർത്തിക്കുവാൻ.
ഈശോ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഈശോ വീണ്ടും ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ എനിക്ക് വിശ്വാസമുണ്ടെന്ന്, പക്ഷേ ഇത് അപകടം പിടിച്ച പണിയാണ്. ഈശോ വീണ്ടും ചോദിച്ചു, പത്രോസേ, നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? പത്രോസ് ഈശോയുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് പറയുന്നത് എന്തും ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ പത്രോസ് ഇത് പറഞ്ഞത് ഒരു പരാജയത്തിൻ്റെ മുഖഭാവത്തോടു കൂടിയാണ് എന്ന് ഈശോ പറയുന്നു. അതായത് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം ഈശോയ്ക്ക് എന്ന് ചിന്തിച്ചിട്ട്. എന്നിട്ട് ഈശോ തുടരുകയാണ്, എന്താണ് വിശ്വാസം? ഇതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ കാര്യങ്ങളിൽ സുരക്ഷിതനാണെന്നും പിതാവിനോട് കൂടി സുരക്ഷിതനാണെന്നും പരിശുദ്ധാത്മാവിനാൽ സുരക്ഷിതനാണെന്നും യാതൊരു തടസ്സവും കൂടാതെ സ്വീകരിച്ച് അംഗീകരിക്കുന്നതാണ് വിശ്വാസം. എൻ്റെ ലൈഫ് ഈശോയുടെ കാര്യങ്ങളിൽ സേഫാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ അർത്ഥത്തെ നമ്മൾ പറയണം. നിനക്ക് പറ്റും ഈശോയെ, നിന്നെ കൊണ്ട് ഇത് മാറ്റാൻ പറ്റും, എൻ്റെ ലൈഫിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പറയണം. അത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പണ്ട് ഇതുപോലെ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ മഹാ അത്ഭുതങ്ങൾ ചെയ്ത എൻ്റെ കർത്താവിന് ഇതൊക്കെ നിസ്സാരമാണ് എന്ന്. എന്നിട്ട് ഈശോ പറയുകയാണ്, വിശ്വാസം എന്നത് പൂർണ്ണമായും ദൈവേഷ്ടത്തിന് വിട്ടുകൊടുക്കലാണ്. അപ്പം നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത് നടന്നില്ല, കുഴപ്പമില്ല, കാരണം എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു കാര്യം ചിന്തിച്ചാൽ ഒന്നും പോയി ആത്മഹത്യ ചെയ്യത്തില്ല. അതായത് എൻ്റെ ജീവിതത്തിൽ നടക്കണത് എന്തും ദൈവം അറിഞ്ഞുകൊണ്ട് നടക്കണതാ. ഈ ഭൂതാചാട്ടകർ പറയണത്, എക്സോസിസ്റ്റുകൾ പറയണത്, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പിശാച് കയറണത് പോലും ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അനുവദിക്കാതെ പോലും ഒരു വ്യക്തിയെ പ്രൊസസ് ചെയ്യാൻ പിശാചിന് പറ്റത്തില്ലെന്ന്. അപ്പോൾ അതിൽ നിന്ന് ദൈവം എന്തോ ഒരു നന്മ പ്രതീക്ഷിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ പല മാറ്റങ്ങളും സംഭവിക്കാൻ വേണ്ടിയിട്ട്. അതുപോലും ദൈവം അനുവദിച്ചിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ദൈവം അറിയാതെ സംഭവിക്കണതല്ല, ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ നമ്മൾ ചെയ്യാൻ പോയാൽ, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയാൽ നമുക്കതിൻ്റെ ഉത്തരം ചിലപ്പോൾ ഇന്ന് മനസ്സിലാവണമെന്നില്ല. ഒരു 5-10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് എവിടെയോ കുറുക്കൻ കൂവുകയാണ്. കുറുക്കനല്ല, കുറുനരി. ഇപ്പോൾ കുറുക്കൻ നമ്മുടെ നാട്ടിലില്ല. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യാക്കോബ് ഇടയ്ക്ക് കയറി പറഞ്ഞു, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു കർത്താവേ, എന്നാലും മുൻപോട്ടുള്ള വഴിയിൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് അല്പം ഭയമുണ്ട്. യാക്കോബ് പറഞ്ഞത് ജെറുസലേമിലേക്ക് പോണ വഴിയെ പറ്റിയിട്ടാണെങ്കിലും നമുക്കിതേ ടെൻഷനല്ലേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ തലക്കുള്ളിലോട്ട് പോണത് നാളത്തെ കാര്യം, നാളെ എങ്ങനെ മുന്നോട്ട് പോകും എന്നാണല്ലോ. ഇത് പറയുന്നത് എൻ്റെ മൈൻഡിലും അത് തന്നെയാണ്, നമ്മൾ മറക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈശോ പറയുന്നതാണ്, ചിലപ്പോഴൊക്കെ ഭയം തോന്നുക എന്നത് സ്വാഭാവികമാണ്, എന്നാൽ ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന വിശ്വാസത്താൽ ഈ ഭയത്തെ തരണം ചെയ്യുമ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസം പ്രകടമാക്കുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഈശോ പറയുകയാണ്, ചിലപ്പോഴൊക്കെ ഭയം തോന്നുക എന്നത് സ്വാഭാവികമാണ്, എന്നാൽ ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന വിശ്വാസത്താൽ ഈ ഭയത്തെ തരണം ചെയ്യുമ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസം പ്രകടമാക്കുന്നത്. അപ്പോൾ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുക. ഞാൻ എനിക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു സഹനം വരുമ്പോൾ ദയവ് ചെയ്ത് പിറുപിറുക്കരുത്. നമ്മുടെ കഴിവുകൊണ്ട് പരിഹരിക്കാൻ നോക്കുകയേ അരുത്. കൂടുതൽ പ്രശ്നം വഷളാവത്തേ ഉള്ളൂ. നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ആക്ച്വലി ആദ്യം പ്രാർത്ഥിക്കണം, പക്ഷെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്ക് സമാധാനമാവത്തില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടേ നമ്മൾ അവസാനം പ്രാർത്ഥിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്രാർത്ഥിക്കുക, ഈശോ ഇതിനെ പരിഹരിക്കുക, ഈശോയ്ക്ക് ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇമ്പോസിബിൾ ആയിരിക്കും, ഒരിക്കലും നടക്കത്തില്ല എന്ന രീതിയിലായിരിക്കും. പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. ഈശോ ഈ പ്രപഞ്ചത്തിൻ്റെ രാജാവാണല്ലോ. അപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ദൈവം പ്രശ്നം സോൾവ് ചെയ്ത് തരും. അങ്ങനെ പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, വെറുതെ ടെൻഷൻ അടിച്ചു, വെറുതെ ദൈവത്തിനെതിരെ പിറുപിറുത്തു എന്ന്. അടുത്ത സാധനം വരുമ്പോൾ നാം വീണ്ടും മറന്നു പോകും. അപ്പോൾ ഓരോ സാധനം വീഴുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ സാധനം വന്നപ്പോൾ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതും എന്നെ സഹായിക്കും. പക്ഷെ അന്ന് ചിലപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ ഈശോ സഹായിച്ചു കാണും. പക്ഷേ ഇവിടെ ചിലപ്പോൾ ഈശോ ഒരു 8 മാസമായി കഴിയുമ്പോൾ ഈശോ ഒന്നും സംസാരിക്കാത്തതുപോലെ നമുക്ക് തോന്നും. ഈശോ നമ്മളായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നും.
നിരാശപ്പെടരുത്. ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഈശോ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മറ്റൊന്ന്, ഈശോയോട് ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാം ലഭിക്കണമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് ഈശോ എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഇതായിരുന്നു, ഞാൻ വിട്ടുപോയി. നമ്മൾ ഒരു ജോലി വാങ്ങിക്കാൻ പോകുമ്പോൾ, നമ്മളൊരു ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മളൊരു കാറ് വാങ്ങിക്കുമ്പോൾ, അപ്പം ഞാൻ കാറ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് ഈശോ തന്ന കാറാണ്, അതുകൊണ്ട് ഇത് സ്വർഗം തന്ന കാറായതുകൊണ്ട് കാറിൻ്റെ പിറകിൽ വചനം എഴുതി വെക്കും. ഏതാണ് വചനം? വചനം എല്ലാവർക്കും ജനറലായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വചനം വേണ്ട, അതിപ്പോൾ ആർക്കും എഴുതി വെക്കാമല്ലോ. ഞാൻ എഴുതി വെച്ചു അപ്പസ്തോല പ്രവർത്തനം 16-31 തിരുവചനം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പോൾ അത് എല്ലാവരും വായിക്കും. RSSകാരും വായിക്കും, കമ്മ്യൂണിസ്റ്റുകാരും വായിക്കും, കോൺഗ്രസ്സുകാരും വായിക്കും, ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും പെന്തക്കോസ്തുകാരെല്ലാവരും വായിക്കും. അപ്പോൾ അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് എത്രയോ തവണ പല ആളുകളും വണ്ടി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വചനം എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും പ്രൊട്ടസ്റ്റൻ്റുകാരാണ്. കാരണം അവർക്കറിയണം ഞാൻ ഏതാണ് സഭക്കാരൻ എന്നുള്ളത്. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ ആൾക്കാരെ സാധാരണ ഇങ്ങനെ വചനമൊക്കെ എഴുതുന്നത് കണ്ടിട്ടുള്ളൂ, കത്തോലിക്കർ വചനം എഴുതുന്നത് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ എന്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. ഒരു കാര്യം, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണ്, ദൈവമേ ഈ ജോലി തന്ന ഞാൻ 4 ആളുടെ മുമ്പ് ഞാൻ പറഞ്ഞോളാം ഇതെൻ്റെ കർത്താവ് തന്ന ജോലിയാണ്. ഈ എക്സാം പാസ്സാക്കി തന്ന ഞാനൊരു 4 ആളുടെ പേര് അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്ത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തോളാം. ആരൊക്കെ കളിയാക്കിയാലും ശരി, ഇത് കർത്താവ് തന്നതാണെന്ന് ഇങ്ങനെ ഈശോയെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്തോളാമെന്ന് ഈശോക്ക് വാക്ക് കൊടുത്താൽ 100% ഗ്യാരൻ്റിയാണ് ഈശോ ചെയ്തു തരും. കാരണം അതിലൂടെയാണ് ദൈവം മഹത്വപ്പെടുന്നത്. അത് കേൾക്കുന്നത് വഴി ആരോ ഒരാൾ ഈശോയിലോട്ട് അടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കാര്യം ഈശോ നോക്കിക്കോളും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം അതാണ് ഒരു ക്രൈസ്തവനെ ഈശോ ഏൽപ്പിച്ച ജോലി. അപ്പം നമ്മൾ ഈശോയുടെ ജോലി ചെയ്യുമ്പോൾ ഈശോ നമ്മുടെ ജോലിയും ചെയ്യണ്ടേ. അപ്പം ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഈശോ പറഞ്ഞതുപോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena Dominus tecum, benedicta in mulieribus et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Cristo Rey.